ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈക്രോമെട്രിയുടെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഡൈക്രോമെട്രി ഫുള്ളായിട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരുമിച്ചാണ് വീഡിയോ ചെയ്തത്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എഡിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം മുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം. അതായത് ഇതിൻ്റെ ടെക്നോളജിയുടെ ABCD അറിയാതെയാണ് ഞാനിത് ചാനലിലേക്ക് ഇറങ്ങിയത്. പിന്നെ പോകെ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരിക. ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. കണ്ടൻറ്റ്, അതായത് കെമിക്കൽ കോൺസെപ്റ്റ്സ് പലരും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ബുദ്ധിമുട്ടുന്നത് അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് രസകരമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അവർക്ക് ഡീപ്പായിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് കെംബിറ്റ് ചാനലിലൂടെ ചെയ്യുന്നത്. ലേറ്റായി വന്നവർക്ക് ഈ ചാനലിൻ്റെ കാര്യങ്ങൾ അറിയില്ല, നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ട് പലരും. എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ സങ്കല്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് മാറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. ഇനി നിങ്ങൾക്ക് ഒട്ടും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞൊന്ന് ഇതിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര പേര്, എനിക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ, എത്ര പേരാണിത് കാണുന്നത്, ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സഹായമാകും. അപ്പം നിങ്ങളിപ്പോൾ തന്നെ കെംബിറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാവരും യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ അത്ര ഒരു സന്തോഷമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിക്കുക, എനിക്കും സന്തോഷമാകും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ തിരുത്തലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളിനി ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സ്, എക്സ്റ്റേണൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെഡി ആയിരിക്കും. നിങ്ങൾ എല്ലാ ക്ലാസ്സും കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്കും പേനയുമായിട്ട് തന്നെ ഇരുന്ന് എഴുതണം. സാധാരണ യൂട്യൂബ് വീഡിയോകൾ കണ്ടുപോകുന്ന പോലെ കണ്ടാൽ പോരാ. നമുക്കിതിൻ്റെ കോൺസെപ്റ്റ്സ്, നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് എല്ലാം എഴുതിയെടുത്ത് മനസ്സിലാക്കി നമുക്ക് എക്സാമിനേഷന് പ്രയോജനപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ഉപയോഗപ്പെടുത്താനാണ്. അപ്പം ഇത് ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഒരു കാര്യം കൂടി എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. അത് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിലും അതിന് വലിയ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ല. കാരണം എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ നമ്മൾ കണ്ടു. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഫെറിസയനൈഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ സൊല്യൂഷൻ പുറത്തേക്കെടുത്താണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കറക്റ്റ് അനാലിസിസ് അല്ല അവിടെ കിട്ടുന്നത്, അല്ലേ? ആ സ്പോട്ട് പ്ലേറ്റ് മെത്തേഡിൽ നമുക്ക് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സൗകര്യപ്രദവും ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഡൈക്രോമെട്രിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ കഴിഞ്ഞ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അവിടെ നമുക്ക് രണ്ട് സിസ്റ്റമാണ്, Fe2+, Fe3+ സിസ്റ്റം, അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് ക്രോമിക് സിസ്റ്റം. അപ്പം ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ടൈട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, യൂസ് ഓഫ് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ടൈട്രേഷൻ ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ടേക്കൺ ഇൻ ദ ബ്യൂററ്റ് ആൻഡ് ഹിയർ വി ഹാവ് Fe2+, ആൻഡ് ദിസ് Fe2+ ഈസ് ഓക്സിഡൈസ്ഡ് ടു Fe3+. ഓക്കെ,
ഇത് Fe3+ ആയിട്ട് മാറും. പക്ഷേ ഇവിടെ നമുക്കൊരു വിസിബിൾ ചേഞ്ച് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രമേറ്റ് ക്രോമിയം ആകും. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രീൻ കളർ Cr3+ൻ്റെ ഗ്രീൻ കളറായിരിക്കും സൊല്യൂഷനകത്തുള്ളത്. ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡൈഫിനൈൽ അമീന്, മറ്റൊന്ന് N-ഫിനൈൽ ആന്ത്രാനലിക് ആസിഡ്. രണ്ടും ഓർഗാനിക് ഡൈസാണ്. അപ്പോൾ ഇതിൻ്റെ തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വീണ്ടും വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഓക്സിഡൈസ്ഡ് റെഡ്യൂസ്ഡ് ഫോംസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതും ഒരു റിഡോക്സ് സിസ്റ്റമാണ്. ഈ ഓരോ ഇൻഡിക്കേറ്ററിനും ഒരു ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോം കാണും. അതിന് രണ്ടിനും ഡിഫറെൻറ്റ് കളേഴ്സും കാണും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇൻഡിക്കേറ്ററിൽ ആപ്ലിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡൈഫിനൈൽ അമീൻ ആക്റ്റീവാണ്. നമ്മൾ സാധാരണ ഫിനോഫ്തലിനും മീഥൈലോറഞ്ചും ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരൊറ്റ ചെറിയൊരു ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ അയണിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ മെത്തേഡിൽ നമുക്ക് ഈ ഡൈഫിനൈൽ അമീൻ ആണെങ്കിൽ ഏകദേശം ഒരു 4 to 5 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്യണം. അതുപോലെ N-ഫിനൈൽ ആന്ത്രാനലിക് ആസിഡ് ആണെങ്കിൽ ശരിക്കും 10 ഡ്രോപ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇൻഡിക്കേറ്റർ സാധാരണ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ മറ്റ് ടൈട്രേഷനിൽ നമ്മുടെ ആസിഡ് ബേസ് ടൈട്രേഷനിൽ സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് ഉടൻ തന്നെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ ടുവേർഡ്സ് ദ എൻ പോയിൻ്റ്, അത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ടുവേർഡ്സ് ദ എൻ പോയിൻ്റ്. അപ്പോൾ നമുക്ക് വോളിയം വെച്ചിട്ട് ഏകദേശം റീഡിങ് അറിയാം. ഒരു 20 ആണല്ലോ നമുക്ക് എപ്പോഴും. അപ്പോൾ ഒരു 15 കഴിയുമ്പോൾ നമ്മൾ ഒരു 4 to 5 ഡ്രോപ്സ് ഡൈഫിനൈൽ അമീൻ ആഡ് ചെയ്യും. പക്ഷേ ഡൈഫിനൈൽ അമീൻ അതിൻ്റെ റിഡോക്സ് പൊട്ടൻഷ്യൽ ഒരു കളർ ചേഞ്ച് തരാനായിട്ട്, അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഫെറിക് സിസ്റ്റവും അതുപോലെ തന്നെ Cr2O7 2- Cr3+ സിസ്റ്റമാണ്. ഈ രണ്ട് റിഡോക്സ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യലുമായിട്ട് എഗ്രി ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലായിരിക്കണം ഈ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്ററിന്. അപ്പോൾ ഡൈഫിനൈൽ അമീൻ്റെ പൊട്ടൻഷ്യൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ സ്യൂട്ടബിളായിട്ട് കളർ ചേഞ്ച് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൈഫിനൈൽ അമീനെ സഹായിക്കാൻ ഒരു സ്പീഷീസ് ഉണ്ട്, ദാറ്റ് ഈസ് H3PO4. അത് പ്രത്യേകം പറയേണ്ടതാണ്. പിന്നെ ഡൈല്യൂട്ട് H2SO4 മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ആസിഡ് മീഡിയത്തിൽ മാത്രമാണ് പൊട്ടാസ്യം ഡൈക്രമേറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈല്യൂട്ട് അത് നമുക്ക് നേരത്തെ ചെയ്യുന്ന പോലെ 20 ml ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം, ഒരു 5 ml H3PO4 ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തിട്ട് ഒരു 4 to 5 ഡ്രോപ്സ് ഡൈഫിനൈൽ അമീൻ ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്താൽ അറ്റ് ദി എൻഡ് പോയിൻ്റ് നമ്മുടെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പൊട്ടാസ്യം ഡൈക്രമേറ്റ് ആഡ് ചെയ്യുന്നു, ഇവിടെ ഫെറസ് സൊല്യൂഷൻ ഫെറിക്കായിട്ട് മാറുന്നു. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ കേസിലാണ് ഇവിടെ നമ്മൾ ഡ്രോപ്സ് എടുത്തത്. ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ ഡൈഫിനൈൽ അമീൻ ആണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ തന്നെ സൊല്യൂഷന് ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ക്രോമിയം 3+ൻ്റെ ഒരു ഗ്രീൻ കളർ സൊല്യൂഷൻ ഉണ്ടാവും. ഒരു ഗ്രീൻ കളർ ഈ സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ ഫെറസ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഡൈല്യൂട്ട് H2SO അത് ഫെറസ് സൊല്യൂഷൻ എടുത്തു, ഡൈല്യൂട്ട് H2SO4 നമ്മൾ ആഡ് ചെയ്തു. ഈ ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 15 ml ആകുമ്പോൾ, അതായത് ബ്യൂററ്റ് റീഡിങ് ഒരു 15 ml ആകുമ്പോഴേക്കും നമ്മൾ 5 ml ഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്യും, H3PO4 ആഡ് ചെയ്യും. അതുപോലെ 4 to 5 ഡ്രോപ്സ് ഡൈഫിനൈൽ അമീൻ ഇൻഡിക്കേറ്ററും ആഡ് ചെയ്യും. നമുക്ക് കാണാം ടൈട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് ഈ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ബ്ലൂയിഷ് വയലറ്റ് കളർ ഞാനത് ട്രൈ ചെയ്യുകയാണ്. ഈ ഗ്രീൻ ഷെയ്ഡിനകത്തുകൂടെ നമുക്ക് ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറ് കാണാൻ പറ്റും, ഒരു ബ്ലൂയിഷ് വയലറ്റ്. ഓക്കെ, അത് വളരെ ലൈറ്റായിട്ടായിരിക്കും കാണുന്നത്. ആ ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറാണ് നമ്മുടെ റിയാക്ഷൻ്റെ എൻഡ് പോയിൻ്റ്. ഇനി നമുക്ക് N-ഫിനൈൽ ആന്ത്രാനലിക് ആസിഡ് എന്താണെന്ന് നോക്കാം. N-ഫിനൈൽ ആന്ത്രാനലിക് ആസിഡ് നമ്മൾ ഇതേപോലെ ഫെറസ് സൊല്യൂഷൻ, അതിലേക്ക് 20 ml ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക. ഒരു 15 ml വരെ ഡൈക്രോമേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 ഡ്രോപ്സ് N-ഫിനൈൽ ആന്ത്രാനലിക് ആസിഡ് റിയാക്ഷൻ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ടു വയലറ്റ് കളറായിരിക്കും.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈഫിനൈൽ അമീനിനാണ് നമുക്ക് ആസിഡ് മീഡിയവും ഫോസ്ഫോറിക് ആസിഡും ആഡ് ചെയ്താൽ മാത്രമേ ഡൈഫിനൈൽ അമീന് ഈ റിഡോക്സ് സിസ്റ്റത്തിൻ്റെ എൻ പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ എൻഫിനൈൽ ആന്ത്രാനിലിക് ആസിഡിന് ഡൈലൂട്ട് H2SO4 മാത്രം മതി. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ടൈട്രേഷൻ ചെയ്ത് ടുവേർഡ്സ് ദി എൻ പോയിൻ്റ് ഒരു 15 ml ഒക്കെ ആകുമ്പോൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഈ കേസിൽ ഗ്രീൻ ടു വയലറ്റ് കളറായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിൻ്റെ മീഡിയത്തിലൂടെ ആയിരിക്കും നമുക്ക് ഈ വയലറ്റ് ഷെയ്ഡ് കാണാൻ പറ്റുന്നത്. ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഡൈഫിനൈൽ അമീൻ ഉപയോഗിക്കുമ്പോഴും എൻഫിനൈൽ ആന്ത്രാനിലിക് ആസിഡ് ഉപയോഗിക്കുമ്പോഴും ക്രോമിക് സോൾട്ടിൻ്റെ ഗ്രീൻ കളർ കാണും. ആ ഗ്രീൻ മീഡിയത്തിലൂടെയാണ് ഇവിടെ നമുക്കൊരു ബ്ലൂയിഷ് വയലറ്റ് കളറാണ്, ഒരു ബ്ലൂ ടിൻ്റുള്ള വയലറ്റ് കളറാണ് ഡൈഫിനൈൽ അമീനിന് കിട്ടുന്ന എൻ പോയിൻറ്റ്. എൻഫിനൈൽ ആന്ത്രാനിലിക് ആസിഡ് ആണെങ്കിൽ നല്ല വയലറ്റ് കളറായിരിക്കും, ഗ്രീൻ മീഡിയത്തിലൂടെ ഒരു വയലറ്റ് കളറായിരിക്കും. കോണിക്കൽ ഫ്ലാസ്ക് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കളറ് വിസിബിളായിരിക്കും, ഷാർപ്പ് കളർ ചേഞ്ചും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് നമ്മൾ ഫിനോഫ്തലിനും മീഥലോർജും ആഡ് ചെയ്യുന്ന പോലെ സൊല്യൂഷനിലാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യില്ല, എൻ പോയിൻ്റ് അടുക്കുമ്പോഴാണ്. കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എൻ പോയിൻ്റ് വരുമ്പം ഈ ഇൻഡിക്കേറ്റർ രണ്ട് റിഡോക്സ് സിസ്റ്റത്തിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പൊട്ടൻഷ്യൽ ഇതിന് ക്രിയേറ്റ് ചെയ്യും. തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്കത് റിഡോക്സ് ഇൻഡിക്കേറ്ററിൻ്റെ തിയറി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.